രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഏതാണ്ട് ഈ നൂറ്റാണ്ടിൻ്റെ ആരംഭം വരെ നിലനിന്നിരുന്ന ഒരു മനോഭാവമുണ്ട് ലോകത്ത്, ഒരു പൊതുബോധമുണ്ടായിരുന്നു ലോകത്ത്. അതായത് 1941-45 രണ്ടാം ലോകമഹായുദ്ധവും ഹോളോകോസ്റ്റും സൃഷ്ടിച്ച ഒരു പൊതുബോധമുണ്ടായിരുന്നു ലോകത്ത് ഏതാണ്ട് ഒരു 2 ദശാബ്ദം മുമ്പ് വരെ. അത് ഹോളോകോസ്റ്റിനിരയായ ഒരു ജനതയോടുള്ള ഐക്യദാർഢ്യം, നീതിബോധത്തോടുള്ള പ്രതിബദ്ധത, അതായിരുന്നു അത് കാണിച്ചിരുന്നത്. 41 മുതൽ 45 വരെയുള്ള കാലയളവിൽ ഒരു ജനത ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ലോകം ആ ജനതയോടൊപ്പം നിന്നു. അത് കഴിഞ്ഞ് 1948 വരെ ആ ജനത അതേ പീഡനാവസ്ഥയിൽ തുടരുകയും 48-ന് ശേഷം അവർക്കൊരു പുതിയ രാജ്യം ലഭിക്കുകയും ചെയ്തപ്പോൾ ലോകം അവർക്ക് അവരുടെ ലോകം കെട്ടിപ്പടുക്കാനുള്ള സർവ്വസന്നാഹങ്ങളുമായി അവരോടൊപ്പം തന്നെ നിന്നു. ആ നിൽപ്പ് ഈ കഴിഞ്ഞ ഏതാനും വർഷം വരേക്കും അതേപടി തുടർന്നു. ആ ഐക്യദാർഢ്യം അതേപടി നിലനിന്നു. എന്നാൽ ഇന്ന് ലോക മനോഭാവം ആകെ മാറിമറിഞ്ഞ ലക്ഷണമാണ്. അത് ലോകത്തിന് പുതിയ പ്രതീക്ഷകൾ നൽകുന്നതുമാണ് എന്ന് കാണാം. എങ്ങനെയെന്നാൽ 48-ലെ ഹോളോകോസ്റ്റിന് ഇരയായവരുടെ പുതിയ രാജ്യം, 48-ൽ സ്ഥാപിതമായ പുതിയ രാജ്യം, അത് അവിടുന്ന് ഇങ്ങോട്ട് ഇന്നേ വരെ നടത്തിയ എക്സ്പാൻഷനിസ്റ്റ് സ്വഭാവങ്ങൾ, അതായത് അവർക്ക് ഇടം കൊടുത്ത ജനതയോട് അവർ കാണിച്ചു കൂട്ടിയ ക്രൂരതകൾ, അവ തുല്യതയില്ലാത്തതാണ്. പക്ഷെ അപ്പോഴൊക്കെയും ലോകം അവരുടെ പഴയ ഹോളോകോസ്റ്റിന്റെ ഓർമ്മകളുടെ പേരിൽ അവരോടൊപ്പം തന്നെ നിലയുറപ്പിച്ചു. ലോകം മൊത്തം, ലോകരാഷ്ട്രങ്ങൾ, രാഷ്ട്ര നേതാക്കൾ, എല്ലാവരും അതൊരു മോറൽ ഉത്തരവാദിത്തമാണെന്നാണ് ലോകം അന്ന് ധരിച്ചത്. ഇന്നേ വരെ ധരിച്ചു പോകുന്നതും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ അടുത്ത സമീപകാലത്തായി അതിൽ ചെറിയ മാറ്റങ്ങൾ പ്രത്യേകിച്ച് പുതിയ ജനറേഷനിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട്, നാമ്പിടാൻ തുടങ്ങിയിട്ടുണ്ട്, തളിരിടാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് പുതിയൊരു ലോകത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. ഹോളോകോസ്റ്റിന് ഇരയായ സമൂഹം 1947 അവരുടേതായ രാജ്യം ലഭിച്ചപ്പോൾ അതുവരെ ഇരകളായിരിക്കപ്പെട്ടിരുന്നവർ പിന്നീട് വേട്ടക്കാരൻ്റെ റോളെടുക്കാൻ തുടങ്ങി. അപ്പോൾ പുതിയൊരു ഇര സൃഷ്ടിക്കപ്പെട്ടു. അത് ഫലസ്തീനികളായിരുന്നു. 1941 മുതൽ 45 വരെ ഇരകളാക്കപ്പെട്ട് കൊടും ക്രൂരകൃത്യങ്ങൾക്ക് വിധേയമായ ആ സമൂഹം 48-ന് ശേഷം ഇരകളായി മറ്റൊരു സമൂഹത്തെ കാണുകയും ഇവർ വേട്ടക്കാരായി പരിവർത്തിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രമുണ്ടാക്കിയ ഒരു വിരോധാഭാസം. അതുവരെയും 41 മുതൽ 45 വരെ അനുഭവിച്ച പീഡനത്തിന്റെ പേരിൽ ലോക മനസാക്ഷിയെ പിടിച്ചു കുലുക്കിയ ആ ഷോക്ക്, അതിൻ്റെ അനുഭാവം ആ സമൂഹം അമിതമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പിന്നീട് അവരുടെ രൂപഭാവങ്ങൾ മാറി അവർ ഇരകൾക്ക് പകരം വേട്ടക്കാരായി മാറിയപ്പോഴും അത് തുടർന്നു എന്നുള്ളതാണ് നമ്മുടെ ലോകത്തിൻ്റെ ഒരു ദുർഗതി എന്ന് പറയാവുന്നത്. പക്ഷേ അതാണിപ്പോൾ മാറ്റം വന്നിട്ടുള്ളത്. ഇന്ന് ലോകത്തിൻ്റെ പഴയ തലമുറ ഇപ്പോഴും ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിലും, പഴയ ഭരണകൂടങ്ങളും രാഷ്ട്ര നേതാക്കളും ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിലും, പുതുതലമുറ മാറി ചിന്തിക്കാൻ തുടങ്ങി. എന്നും ഒരേ വിഭാഗക്കാരല്ല ഇരകൾ, വേട്ടക്കാരും ഇരകളും പരസ്പരം വെച്ച് മാറുന്ന കാലഘട്ടങ്ങളുണ്ട് എന്നതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് പുതിയ വേട്ടക്കാർക്കെതിരെ പുതിയ ഇരകൾക്ക് അനുകൂലമായി ചിന്തിക്കാനുള്ള ഒരു മനോഭാവം പുതിയ തലമുറയിൽ വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യയിലെ യുദ്ധത്തിലും ലോക മനസാക്ഷി മുഴുവൻ ഒരു വിഭാഗത്തോടൊപ്പമാണെങ്കിൽ ഭരണകൂടങ്ങളും ഭരണ നേതൃത്വങ്ങളും കുത്തക പഴഞ്ചൻ ചിന്താഗതിക്കാരും
നേരത്തെ ഉള്ള അവരുടെ അതേ മനോഭാവത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതിൻ്റെ ഭവിഷ്യത്താണ് ഈ യുദ്ധം പോലും എന്ന് കാണാം. പക്ഷേ പുതിയ തലമുറയ്ക്ക് ഈ യുദ്ധം ഉൾക്കൊള്ളാനാവുന്നില്ല. ഈ യുദ്ധത്തിൻ്റെ കാര്യകാരണ സഹിതങ്ങൾ അവർ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. അതിനു മുമ്പിൽ പഴയ തലമുറ അവരുടെ പഴഞ്ചൻ ചിന്താഗതികൾ മാറ്റാൻ നിർബന്ധിതരായിരിക്കുമോ എന്ന ഭയമാണ് അവരെ അലട്ടുന്നത്. ഏതായാലും അവരുടെ ഈഗോ ഇതിന് വഴങ്ങാൻ അവരെ കൂട്ടാക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു ദുര്യോഗം. ഏതായാലും സംഘർഷഭരിതമായി ലോകത്ത് യുദ്ധങ്ങളും മറ്റ് പ്രകൃതി മലിനീകരണങ്ങളും നാനാതരത്തിലുള്ള മനുഷ്യജീവന്റെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തുന്ന നാനാതരത്തിലുള്ള മറ്റ് ഭീഷണികളും പ്രശ്നങ്ങളും ഉള്ളപ്പോഴും ലോകത്തിൽ പ്രതീക്ഷ നൽകുന്ന ഒരു പുതിയ മാറ്റമാണ് യൂറോപ്പിലെയും അമേരിക്കയിലെയും മറ്റ് പാശ്ചാത്യ ലോകങ്ങളിലെയും തെരുവുകൾ നമുക്ക് സമ്മാനിക്കുന്നത്. അതേസമയം നാം കാണേണ്ട മറ്റൊന്നുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് ഏഷ്യ മേഖലയിൽ നമുക്ക് കാര്യമായ പ്രതീക്ഷക്കൊന്നും വക ഇതുവരെയുമായിട്ടില്ല. എങ്കിലും അത് മതി. പാശ്ചാത്യ ലോകം ഒരു കാര്യത്തിലിറങ്ങിയാൽ അതായിരിക്കും ലോകത്ത് പിന്നെ നടപ്പിലാവുക എന്നുള്ളതിന് ഒരുപാട് ആധുനിക ചരിത്രം നമുക്ക് ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട്. പാശ്ചാത്യ ലോകത്തെ അനുകരിക്കാനുള്ള പ്രവണത നമ്മുടെ പൗരസ്ത്യരിൽ നിലനിൽക്കുന്ന കാലത്തോളം അത് പൗരസ്ത്യരിലേക്കും ആ മാറ്റം സംക്രമിപ്പിക്കും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. അങ്ങനെ ഒരു മികച്ച ലോകം, മികച്ച നൂറ്റാണ്ട് നമുക്ക് വരാനിരിക്കുന്നു എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാം. ഗൾഫിലെ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം എളുപ്പം അവസാനിക്കട്ടെ. ഒരിക്കലും മുന്നോട്ട് പോകാൻ ന്യൂക്ലിയർ ശക്തികൾക്ക് സാധ്യമല്ല. കാരണം ലോകത്തിൻ്റെ സർവനാശം ഏതായാലും അവർക്ക് അവരുടെ കച്ചവടത്തിനും അവരുടെ താല്പര്യങ്ങളും മുന്നോട്ട് പോകാൻ സഹായകമായിരിക്കില്ല എന്ന തിരിച്ചറിവ് ഏതായാലും അവർക്കുള്ളത് കൊണ്ട് ഒരു ന്യൂക്ലിയർ വാർ ഈ ലോകത്തിപ്പോൾ ആസന്നമായിട്ടില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതേസമയം ഈ യുദ്ധം ഉണ്ടാക്കുന്ന കെടുതികൾ അതിലേർപ്പെട്ട രാഷ്ട്രങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന യാഥാർത്ഥ്യവും നമുക്ക് ഉൾക്കൊള്ളാം. അതിൻ്റെ പങ്കുപറ്റാൻ, ആ നഷ്ടത്തിൻ്റെ പങ്കാളികളാകാൻ നമുക്കും തയ്യാറെടുക്കാം. എത്ര പ്രവാചകന്മാർ, എത്ര ആത്മീയ ആചാര്യന്മാർ, എത്ര സാമൂഹ്യ പരിഷ്കർത്താക്കൾ, എത്ര സാംസ്കാരിക നായകന്മാർ, ഇവരൊക്കെ വന്നിട്ടും മനുഷ്യന് സമാധാനത്തിൻ്റെ ആവശ്യകത എന്ത്, സത്യത്തിൻ്റെ മൂല്യമെന്ത്, ധാർമ്മികത എന്തിനു വേണ്ടി എന്ന കാര്യങ്ങളിൽ ഇന്നും വട്ടപൂജ്യമാണ്. അവനത് ബോധ്യപ്പെട്ടിട്ടില്ല. ബോധ്യപ്പെടാനുള്ള അവസരങ്ങളെ തടഞ്ഞു നിർത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതായത് ഇനിയും എത്ര പ്രവാചകന്മാർ, എത്ര സാമൂഹ്യ പരിഷ്കർത്താക്കൾ, എത്ര ആത്മീയ ആചാര്യന്മാർ വന്നാലാണ് നമുക്ക് സത്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച്, ധർമ്മത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുക എന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും പുതുതലമുറയെ ഞാൻ ഇതിലേക്ക് ആനയിക്കുകയാണ്, അവരെ സ്വാഗതം ചെയ്യുകയാണ്. അവരുടെ നിലപാടുകളിൽ അവർ മുന്നോട്ട് പോകട്ടെ, അത് ലോകത്തിന് ഗുണകരമായ ഒരു അവസ്ഥയിലേക്ക് പരിവർത്തിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുകയുമാണ്.